പറഞ്ഞാൽ മനസ്സിനുള്ളിലെ അവൻ്റെ പ്രവർത്തനം, ഏത് സ്വഭാവക്കാരനാണ്, ഇവന് ഈ നിമിഷം എന്ത് ചെയ്യും, ഈ ഒരാളെ ഒരു കാര്യം പറയാൻ തിരിച്ച് എങ്ങനെ പ്രതികരിക്കും, കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ദുഃഖം അനുഭവിച്ചു, ഭാവി അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ വരെ നമുക്ക് പറയാൻ പറ്റും. അതാണ് തേടൽ. കൂടാതെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ രതീഷ് സായി സാറാണ്. സാറിൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. 2 വർഷം മുമ്പേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. ശരിക്കും അന്ന് കണ്ട അല്ലെങ്കിൽ അന്ന് സംസാരിച്ച വിഷയങ്ങൾ തന്നെയൊക്കെയാണ്, പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണെങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതായത് നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും എന്ന് പറയുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്, അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് ആത്മീയ പാതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലെ ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് അതിശയകരമായ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ സാറിനെ ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനും കുറേ കാര്യങ്ങൾ ഇപ്പം വീഡിയോസ് ചെയ്തതിലൂടെ പഠിച്ചെങ്കിലും പക്ഷേ ആ തലങ്ങളിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം ട്രിവാൻഡ്രത്ത് ഒരു ആശ്രമമൊക്കെ തുടങ്ങാനായിട്ട് പദ്ധതി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അന്ന് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തിയാണ്. അപ്പം സാറെന്ന് പറയുന്നത് 3rd ഐ പ്രാക്ടീഷണറുമാണ്, കുണ്ടലിനി ശക്തി യോഗ അല്ലേ, യോഗ ട്രെയിനറുമാണ്. അപ്പം കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് ശരിക്കും എല്ലാ വ്യക്തികൾക്കും എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യമാണ്. അതായത് സ്പൈനിൻ്റെ ഏറ്റവും ബേസ് പാർട്ടായിട്ട് അല്ലേ, ഡോർമെൻ്റായിട്ട് കിടക്കുന്നൊരു ഭാഗമാണെന്നും അത് ഗോൾഡ് സ്ട്രക്ചറാണെന്നും അത് ഉണർത്തി ചക്രാസ് വഴി അത് സഹസ്രയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക് ലയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുണ്ടലിനി ശക്തി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സർപ്പൻ പവറാണ്, അല്ലെങ്കിൽ ഒരു സർപ്പശക്തിയാണെന്ന്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ശക്തിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശക്തി എന്ന് പറയുന്നത് ഉണർത്തുക എന്ന് പറയുന്ന ഏതൊരു വ്യക്തിക്കും ആത്മീയ തലത്തിലേക്ക് ഉയരാനുള്ളൊരു വഴിയാണ്, അല്ലേ? അപ്പം സാധാരണ ജീവിതം നയിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിപൂർണ്ണമായ ഒരു ജീവിതം, അത് ശക്തി എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പം ആ ഒരു ഡിവൈൻ പവർ അല്ലെങ്കിൽ സ്പിരിച്വൽ പവർ, സ്പിരിച്വൽ എനർജി ഉണർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ ശക്തിയെപ്പറ്റി സാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം കുണ്ടലിനി ശക്തി അല്ലെ കുണ്ടലിനി യോഗ എന്ന് പറയുന്ന ഈ വിഷയത്തെപ്പറ്റി സാറ് ഇപ്പം ഏത് തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഈ കുണ്ടലിനി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 3 രീതിയിൽ ഉണർത്താൻ പറ്റും. ഇപ്പം സനാതന ധർമ്മത്തെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും. അപ്പോൾ ആത്മീയത്തിലും ഉണർത്താം, ഭൗതികത്തിലും ഉണർത്താം. ഇപ്പം നിലവിലിപ്പം ഇവിടെ ഇപ്പം യോഗികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും മറിഞ്ഞിരിപ്പുണ്ട് പലരും. ഇത് സമാധിയാകുമ്പോഴേ അറിയുള്ളൂ, ഈ വെളിച്ചത്തിലേക്ക് ആരും വരത്തില്ല. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലരും അത് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൗതികത്തിൽ ഉണർത്തുന്നതിന് നമ്മൾ 2 വിധമാണ്. ഒന്ന് പാതാളം, ഒന്ന് ഭൂകുണ്ടലിനി എന്ന് പറയും. ഈ പാതാളം എന്ന് പറയുമ്പോഴത്തേന് ഈ മന്ത്രവാദമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആ വ്യക്തിയുടെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോഴത്തേന് ഈ നശീകരണങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അതുമായിട്ട് ബന്ധപ്പെട്ട ദേവതാരൂപങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മന്ത്രത്തിൻ്റെ സഹായത്താൽ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എപ്പോഴും ഭൂമിക്ക് താഴെ കീഴ്ഗതിയായിരിക്കും ചിന്താഗതി. അതാണ് പാതാള കുണ്ടലിനി എന്ന് പറയുന്നത്. ഭൂകുണ്ടലിനി എന്ന് പറയുമ്പോഴത്തേന് ഈ പൂജാരിമാർ, പുരോഹിതന്മാർ അവർ ഏതെങ്കിലും ദേവതയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രത്തിനെയോ സ്വാധീനമായി അവരെ ഉൾബോധത്തിനെ ശക്തി പ്രാപിച്ച് എടുക്കുന്നതാണ് ഭൂകുണ്ടലിനി എന്ന് പറയുന്നത്. യോഗ കുണ്ടലിനി അല്ലെങ്കിൽ ആകാശ കുണ്ടലിനി എന്ന് പറയുന്നത് യോഗികൾ തൻ്റെ ശക്തിയെ കേന്ദ്രീകരിച്ച് ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്ന കുണ്ടലിനിയാണ്. അപ്പം നമ്മൾ ഈ ഒരു അത് ആത്മീയ തലം 3 ഡയമെൻഷൻ എന്ന് പറയുന്ന അതിനെയാണ്. അതായത് പാതാളം, ഭൂമി, ആകാശം, അവിടെ ത്രികാല ജ്ഞാനം ഉണ്ടാവുക. ഇപ്പോൾ ജ്യോതിഷം വെച്ച് പറയുമ്പോഴത്തേനും ഒരാൾ ജനിക്കുമ്പോൾ പ്രഥമ തിഥിയിൽ ജനിക്കുകയാണെങ്കിൽ ത്രികാലജ്ഞാനി ആവുമെന്നാണ് ആ തിഥി വെച്ച് പറയുന്നത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ജനനം പോലും ആ ഒരു പ്രഥമ തിഥിയിലായിരിക്കുന്ന. അപ്പോൾ അതിൽ പറയുന്നത് ത്രികാലജ്ഞാനി, 3 ലോകങ്ങളെയും കുറിച്ച് ജ്ഞാനമുണ്ടാകും എന്നാണ്. അപ്പോൾ ആ 3 ലോകം തന്നെയാണ് ഈ പറഞ്ഞ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ അല്ലെങ്കിൽ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി 2 ഡയമെൻഷനാണ് ഉണ്ടാവുക: ജനനം, മരണം. മോക്ഷം എന്നൊരവസ്ഥ നമ്മൾ ഈ പറഞ്ഞ ആധ്യാത്മികതയിലില്ല, അത് ആത്മീയരാണ്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ആത്മീയതയിലേക്ക് തൊട്ടു മുമ്പുള്ള സ്റ്റേജ്. പക്ഷേ എല്ലാവരും ഇന്ന് ആധ്യാത്മികതയിൽ ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭൂകുണ്ടലിനി എന്ന് പറയാൻ കാരണം. ഇത് യോഗ കുണ്ടലിനിയാണ് നമ്മൾ എല്ലാവരും എത്തിക്കുന്നത്. സമാധി എന്ന അവസ്ഥയിലേക്ക് പോകും.
അപ്പോൾ ആ നമ്മുടെ ശക്തി ഉയർത്തി എടുക്കുക. ഇത് പലർക്കും തെറ്റായൊരു ധാരണയുണ്ട്. ഈ പുസ്തകങ്ങളിലും മറ്റും കൊടുത്തിരിക്കുന്ന പല രീതികളും അതേപോലെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന സിംബോളിക് വാക്കുകൾ അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം, തെക്ക് സൈഡിൽ കൂടുതൽ ജനൽ വാതിൽ കൊടുക്കരുതെന്ന് പറയും. അതെന്താ കൊടുത്താൽ നമുക്ക് നോക്കട്ടെ, കാണട്ടെ, നിനക്ക് മരണം വരും, കാലിൻ്റെ ദിക്കാന്ന് പറഞ്ഞാലോ, ചെയ്യില്ല. അപ്പം അതുപോലെ അല്പം ഭക്തിയും ഭയവും കൊടുത്തിക്കൊണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം പുസ്തക രൂപത്തിൽ അതിൻ്റെ സത്തയെ നുണയാൻ വേണ്ടി കഥാരൂപത്തിൽ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും അതേ കണക്ക് അപ്ലൈ ചെയ്യല്ല വേണ്ടത്. അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരു ഗുരുവും കൂടി അതിന് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ കുണ്ടലിനി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പം കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും ചിന്തിക്കുന്നത് ഇത് നമുക്ക് സാധ്യമാണോ, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും സാധ്യമാണോ എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ചിലർക്ക് മാത്രം പതിനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ പോകാൻ, അല്ലെങ്കിൽ കുടുംബജീവിതമായിട്ട് നയിക്കുന്നവർക്ക് സാധിക്കാത്ത കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണോ, അതോ ഇതിപ്പം താങ്കളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് താല്പര്യപ്പെട്ട് അതിനെപ്പറ്റി അറിയാൻ താല്പര്യപ്പെട്ട് വരുന്നവർക്ക് ഇതെല്ലാവർക്കും അറിഞ്ഞ് അതിനെ സാധ്യമാക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നതിനോട് എന്താണ് മറുപടി പറയാനുള്ളത്? അതിന് പ്രധാനപ്പെട്ട കാരണം സന്യാസം എന്നൊരു വാക്കാണ്. അതായത് ഏതൊരു വ്യക്തിയും സമാധി ആകുന്നതിന് തൊട്ട് മുമ്പ് ഒരു നിമിഷമെങ്കിലും സന്യാസി ആകണമെന്നാണ്. അപ്പം ഈ ഗീതയിൽ പോലും പറയുന്ന ഒരു നിമിഷം എന്നാണ്. അപ്പോൾ ഒരു സെക്കൻഡെങ്കിലും നീ സന്യാസി ആയെങ്കിൽ മാത്രമേ സമാധിയാകുള്ളൂ. ജീവിതകാലം മൊത്തം സന്യാസി ആകണമെന്നല്ല പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം അത് തന്നെ എടുക്കാമല്ലോ. ഇപ്പം ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ ഭാര്യ, മക്കൾ, കുടുംബം സമേതം എന്നാണ്. ആ വ്യക്തിയാണ് വനത്തിൽ പർണശാല കെട്ടി സമാധിയാകുന്നത് ഓർക്കണം. പിന്നെ അത് കൂടാതെ വാൽമീകിയും വേദവ്യാസനും ഒക്കെ വിവാഹം കഴിച്ചവരാണ്. വേദവ്യാസൻ ശരിക്കും പറഞ്ഞാൽ ഭാര്യമാർ ഒരുപാടായിരുന്നു. അത് ധൃതരാഷ്ട്രവും പാണ്ഡുവും ഒക്കെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പരമ്പര തന്നെ ഇവിടെ നിൽക്കുമ്പോൾ കുടുംബജീവിതം പാടില്ല എന്ന ഒരു രീതി വന്നതിന് പ്രധാന കാരണം ശങ്കരാചാര്യരും സ്വാമി വിവേകാനന്ദനും ബേസ് ചെയ്തിട്ടാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്വാമി വിവേകാനന്ദനും ശങ്കരാചാര്യരൊക്കെ ഏകദേശം ഈ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പാണ് യോഗവിദ്യയിലോട്ട് പോയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഡിറ്റാച്ചിലേക്ക് പോയി കഴിഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് അത്ര ചിന്ത ഉടലെടുക്കില്ല എന്ന് കരുതി നമ്മൾ അങ്ങനെയല്ല ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ തത്വത്തെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി. അതിനകത്ത് അങ്ങനെ എടുക്കാൻ പാടില്ല. അതായത് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് ഭൗതികത്തിലേക്ക് നയിക്കുന്നത്. സ്വാമി വിവേകാനന്ദനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന ശങ്കരാചാര്യരെ സംബന്ധിച്ചോ ചെറുപ്പത്തിലെ അത്തരം ചിന്തകളില്ലായിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ ആത്മീയതയിലിട്ട് കടന്ന് ആ വഴിയിലൂടെ പോയി കണ്ണടച്ചിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഡിറ്റാച്ച്ഡാണ്. അതുപോലെ വിവാഹം, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി എനിക്ക് പറ്റില്ല എന്നല്ല, നിങ്ങൾക്കും സാധിക്കും. അതാണല്ലോ ഗൃഹസ്ഥാശ്രമം പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഗുരു പരമ്പരകൾ പോലും, ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസം പോലും കുണ്ടലിനി ശക്തി ഉണർന്ന യോഗിയായപ്പം ഒരു വിവാഹം കഴിച്ചായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ എനിക്കൊരു ഗുരുവുണ്ട്, കൃഷ്ണമൂർത്തി. അദ്ദേഹം എൻ്റെ ഗുരുവാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ് സമാധിയായതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് സമാധി അയക്കണേ. അപ്പോൾ കുടുംബജീവിതം അതിന് തടസ്സമല്ല. കുടുംബജീവിതം നമുക്കത് ആവശ്യം. അതിനാണ് ശരീരം എടുത്തിരിക്കുന്നത്. ആഗ്രഹ പൂർത്തീകരണത്തിനാണ് ശരീരം എടുത്തിരിക്കുന്നത്. ആഗ്രഹ പൂർത്തീകരണം നടക്കുമ്പോഴാണ് മോക്ഷം സംഭവിക്കുക. അത് സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് 80-85 ജന്മം വേണം. എന്നാൽ യോഗവിദ്യ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് നല്ലപോലെ യോഗവിദ്യ ചെയ്യുകയാണെങ്കിൽ ഈ ജന്മം കൊണ്ട് തന്നെ മോക്ഷം ഉണ്ടാവും. ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് മോക്ഷം ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തിനാണ് മോക്ഷത്തിലേക്ക് പോകുന്നത് ചിന്തിക്കുന്ന വ്യക്തികളും ഉണ്ട്. അപ്പം സാറിനോട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഓരോ വ്യക്തിയുടെയും ജന്മോദ്ദേശ്യം, അല്ലെങ്കിൽ അത് എവിടെ ജനിക്കുന്നു, അല്ലെ ആ ആത്മാവ് ഓരോ രൂപങ്ങൾ എടുക്കുമ്പോൾ അത് തൻ്റെ അച്ഛനും അമ്മയും എന്താ പറയുന്നത് തിരഞ്ഞെടുക്കുന്നു. അതായത് ഇന്ന വീട്ടിൽ ജനിക്കണം, ഞാൻ എൻ്റെ വഴി ഇങ്ങനെയാണ്, എനിക്ക് പറ്റിയ സാഹചര്യങ്ങൾ ഇവിടെയാണോ തിരിച്ചറിഞ്ഞ് അങ്ങനെ ജന്മം എടുക്കുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം ആ ജന്മോദ്ദേശത്തെ പറ്റി, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും എവിടെ എത്തിപ്പെടുന്നു, ആ വ്യക്തി എങ്ങനെ ആത്മീയതയിലേക്ക് തിരിയുന്നു, എങ്ങനെയാണ് ഇപ്പം മറ്റു കാര്യങ്ങളിലേക്ക് വേൾഡ്ലി പ്ലഷേഴ്സിലേക്ക് തിരിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ജീവിതം പോകുന്നത്, ഇതിനെപ്പറ്റി സാറിൻ്റെ ആ ഒരു ധാരണ എങ്ങനെയാണ്? ഇത് നമ്മുടെ അനുഭവം വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഏതൊരു വ്യക്തിക്ക് അനുഭവമാണ് ഗുരു. ഒരാൾ ഉപദേശിക്കണമെങ്കിൽ അതിന് അനുഭവം ഉണ്ടാവണം, അനുഭവജ്ഞാനം ഉണ്ടാവണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ, ഇത് പറയാൻ തൊട്ട് മുമ്പൊന്നും പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ജയിലിലേക്ക് പോകുന്ന ഒരാൾ തൻ്റെ ശിക്ഷ ജീവിതകാലം മൊത്തം ഈ ജയിലിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ ആരുടെ ഉപദേശം കേൾക്കണം എന്നൊരു ചോദ്യമുണ്ട്. ജയിലറുടെ കേൾക്കണോ, അതോ ജയിൽ ശിക്ഷ അനുഭവിച്ച് വെളിയിൽ നിൽക്കുന്ന ആളുടെ ഉപദേശം കേൾക്കണം? ഇപ്പം രണ്ടുപേരും ഒരു സ്ഥലത്ത് നിൽക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ജയിലറുടെ അടുത്തായിരിക്കും പോണേ. നോ,
ജയിൽ ശിക്ഷ അനുഭവിച്ച് വെളിയിൽ വന്നതിൻ്റെ ഉദ്ദേശം വേണം കേൾക്കാൻ. അവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണം. അനുഭവമുള്ളവനാണ് ഗുരു. അവന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അവിടെ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് നടക്കുന്നത്. ജയിലർക്ക് അതിൻ്റെ അനുഭവമില്ല, ജയിലർ അനുഭവിച്ചതല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അനുഭവജ്ഞാനം ഉണ്ടാവണം. ആ അനുഭവജ്ഞാനത്തിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഈ സോളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആശയവിനിമയം, ഇപ്പോൾ ഒരു സോള് എന്താണ്, എങ്ങനെയാണ്, അവൻ്റെ ജീവിതം എങ്ങനെയാണ്, അവൻ ആരെയൊക്കെ ബേസ് ചെയ്ത് നിൽക്കുന്നത്, ഇതൊക്കെ നമുക്ക് അവരുടെ ഉൾബോധത്തിലൂടെ അവരുടെ ആശയവിനിമയം നടത്താൻ പറ്റും. അതിലൂടെയാണ് നമ്മൾ കൂടുതൽ ജ്ഞാനം സമ്പാദിക്കുന്നത്. ഈ വേദം എന്ന് പറയുന്ന ജ്ഞാനമാണ്. 4 വേദങ്ങളെയും കുറിച്ച് ജ്ഞാനം ഉണ്ടായിരിക്കണം ഒരു ഗുരുവിന്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ നെഗറ്റീവ് ശാസ്ത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നരകം എന്താണ്, ആ നരകത്തിൽ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവിടെ നിൽക്കുന്ന സോളുകൾ എന്തെല്ലാമാണ്, അപ്പോൾ അവരുടെ ദുഃഖം എന്താണ്, ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയാണോ ഒരു മനുഷ്യൻ, അത് തന്നെയാണ് മരണപ്പെടുമ്പോഴും. അവൻ്റെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവിന് നാശമില്ല. ആ ആത്മാവിൽ അവൻ്റെ ബോധം കുടികൊള്ളുന്നുണ്ട്, ആ ബോധത്തിന് നാശമില്ല. നമ്മളുടെ ബോധം സൂക്ഷ്മമായി കഴിഞ്ഞാൽ ആ ബോധവുമായിട്ട് ആശയവിനിമയം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഗ്രഹിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണെങ്കിലും മനസ്സിലാക്കുന്നത് ആ ഗ്രഹണശക്തി പിടിച്ചെടുക്കുന്ന നമ്മുടെ ബോധമാണ്. ആ ബോധം സൂക്ഷ്മതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ, സോളിൻ്റെ സൂക്ഷ്മതലത്തിൽ ഇടപെട്ടാൽ അവരുടെ ഉൾബോധം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവൻ്റെ ദുഃഖം അറിയാൻ പറ്റും, അവൻ എന്താണ് ചെയ്യുന്നത്, ഈ നിമിഷം എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തിനാണ് വന്നത്. കുടുംബത്തിൽ പോലും, ഞങ്ങളുടെ കുടുംബത്തിൽ പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണൂർ ഒരു രാജകുടുംബത്തിൽ പോയപ്പോൾ അവിടെ പുനർജന്മങ്ങൾ, ഇത് എൻ്റെ യൂട്യൂബിൽ അത് ചെയ്തിട്ടുണ്ട് ഉണ്ടെന്നും, അതിനുണ്ടായ ഒരു ദുഃഖം കുട്ടിക്ക് കാഴ്ച നഷ്ടപ്പെട്ടതാണ്. 1 വയസ്സ് തൊട്ടേ കാഴ്ചയില്ല. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ കണ്ടത് കണ്ണ് കെട്ടിയ ഒരു കുട്ടിയാണ്. ഓൾറെഡി കണ്ണ് കെട്ടിയിട്ടില്ല, അതിൻ്റെ സോളിൽ, അതിൻ്റെ ബോധത്തിൽ കണ്ണ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് കണ്ണ് കെട്ടിയെന്ന് നമുക്ക് മനസ്സിലാകും. അതിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയും, എൻ്റെ കെട്ട് എനർജി ഉള്ള കെട്ടാണ്, അത് കാണാൻ പറ്റത്തില്ല, നഗ്നം അതുകൊണ്ട് കാണാൻ കഴിയില്ല. അത് അഴിച്ച് കളയുകയും ചെയ്തപ്പോൾ ആ നിമിഷം തൊട്ട് അതിന് കാഴ്ച തിരിച്ച് കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ പുനർജന്മങ്ങൾ ഉണ്ടെന്നും, അപ്പോൾ ആ ഒരു പുനർജന്മങ്ങൾ പ്രതികാരദാഹമായിട്ട് പോലും ഉണ്ട്. ശിക്ഷ കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്, കൊണ്ടുപോകാൻ നിൽക്കുന്നവരുണ്ട്, കൂടെ ഉണ്ടെങ്കിൽ പറ്റൂ. ബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ ഒരിക്കലും നശിക്കത്തില്ല. കൂടെ കൊണ്ടുപോകണം, ഇയാളെയും കൊണ്ടുപോകണം, എനിക്ക് ഇയാളില്ലാതെ അടുത്ത ജന്മത്തിൽ വേണ്ട എന്ന് പോലും പറയുന്ന ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. ആഗ്രഹം അവസാനിക്കാത്തിടത്തോളം കാലം ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും അതിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി. അതെ അതെ, ആഗ്രഹം പൂർത്തിയാകുമ്പോൾ മാത്രമാണ്. അതായത് ഇപ്പം നമുക്ക് ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു 10 കുട്ടികൾ നടന്നു പോകാനായിരിക്കും. ഈ 10 കുട്ടികളിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും കാറിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, ബാക്കി കുട്ടികൾ നടന്നു പോകുന്നുണ്ടാവും. അവൻ ആ ചുമന്ന കാർ ഇഷ്ടമായിരിക്കും, ബാക്കിയുള്ള കുട്ടികൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ആ കുട്ടി മാത്രം കാറിനെ വീക്ഷിക്കുന്നത്? അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ അവൻ കാണുന്നത് ആ കാറിനെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ അവൻ ചിലപ്പോൾ കുതിരവണ്ടി ഉള്ളവനായിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ കാറുള്ളവനായിരിക്കാം. അപ്പോൾ ആ കാറിനെ കൂടുതൽ സ്നേഹിച്ചവനായിരിക്കും. വാഹനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ ആ കുട്ടി അതിനോട് അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ആ വാഹനം എന്നുള്ളത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം പൂർത്തീകരിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ ഈ ഭൂതത്വത്തിൽ കിടക്കുന്ന ബോധം ഉയർന്ന് പോയിക്കൊണ്ട്, അതായത് ഓരോ ചക്രാസിൽ വരുന്നു എന്ന് പറയുന്നത്. മനഃപൂർവ്വമായിട്ട് നമ്മുടെ ചക്രാസിനെ ഉയർത്തുകയല്ല വേണ്ടത്. ഓട്ടോമാറ്റിക്കലി ഭൂബന്ധം വിടുമ്പോൾ നമ്മൾ ഉയർന്ന് ആത്മാവിലേക്ക് നമ്മുടെ ഭൗതിക ബോധം ലയിക്കുന്നതിനാണ് ഉയർന്നു പോകുന്ന പറഞ്ഞത്. അത് ആഗ്രഹങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇപ്പം ഭൂമിയായിട്ടുള്ള ബന്ധം കുറയുന്നു എന്നാൽ അതിനർത്ഥം ആഗ്രഹം കുറഞ്ഞു എന്നാണ്. അപ്പോൾ ആ വ്യക്തിയുടെ കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ ആ ബോധം ഉയർന്നു പോകാൻ തുടങ്ങി. അപ്പോൾ പറയും, നിങ്ങളിപ്പോൾ ഉയർന്ന തലത്തിലാണുള്ളത്, കീഴ്ഗതിയിലല്ല ഉള്ളത്. അത് ഓരോ ജന്മങ്ങളെടുത്താണ് സംഭവിക്കണേ. അങ്ങനെ 80-85 ജന്മങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് അയാൾ ഒരു സ്വയംഭൂവായ ആത്മാവായിട്ട് ജനിക്കുന്നത്. ആ വ്യക്തിയെ ജന്മം കൂടി ഉണ്ടാവുകയുള്ളൂ. അത് ഏത് വീട്ടിലും ജനിക്കാം, ദാരിദ്ര്യമുള്ള വീട്ടിലും ജനിക്കാം, പണക്കാരൻ്റെ വീട്ടിലും ജനിക്കാം. അവൻ്റെ കർമ്മം അനുസരിച്ച് അവൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണോ, അത് ചെയ്ത പാകപ്പിഴ എന്താണോ, അത് അനുഭവിച്ച് അതിൻ്റെ ജ്ഞാനം കൊടുത്തേ അവനെ മോക്ഷത്തിലേക്ക് വിടത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ്. ഏത് ജന്മമാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും, അല്ലേ? അതെ. അപ്പോൾ ആഗ്രഹ പൂർത്തീകരണം നടക്കണം. പിന്നെ നമ്മൾ ആ ഭൂമി തലത്തിൽ നിന്നും വിട്ട് നമ്മൾ ബ്രഹ്മത്തിലേക്ക് ലയിക്കണം, അല്ലേ? അത് തന്നെയാണ് സമാധി, മഹാസമാധി എന്നൊക്കെ പറയുന്ന തത്വവും, അല്ലേ? അപ്പം അത് തന്നെയാണ് സാറ് ഇത്ര നാൾ നമ്മൾ കുണ്ടലിനി ശക്തി അല്ലെ കുണ്ടലിനി യോഗ വഴിയൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് തന്നെയാണ്. അപ്പോൾ താങ്കളെ സമീപിക്കുന്ന ഓരോ വ്യക്തികൾ ആഗ്രഹിക്കുന്ന അത് തന്നെയായിരിക്കും. അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിദ്യകളും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും, അല്ലേ? ഓരോ വ്യക്തികള് നമ്മളെ സമീപിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ പറഞ്ഞ മോക്ഷം എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല വരുന്നത്. അവർ പലരും എൻ്റെ അടുത്ത് വന്ന പല വ്യക്തികളും ജീവിതം തകർന്ന നിലയിലാണ് എത്തിയിട്ടുള്ളത്. അവരിന്ന് മേൽഗതി പ്രാപിച്ചവരെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളുണ്ട്. അവർ ഈ പറഞ്ഞ പബ്ലിക്കായിട്ടൊന്നും പറയില്ല. അതായത് നമ്മുടെ ഗ്രൂപ്പുകൾ വരുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്.
അവസാനത്തെ പിടിവള്ളി പല മെഡിറ്റേഷൻ സെൻറ്ററിലും പോയവരായിരിക്കാം. അപ്പോൾ കടം കൊണ്ട് അനുഭവിക്കുന്നവർ, മേൽഗതി പ്രാപിക്കാത്തവർ, കുട്ടികളുണ്ടാവാത്തവർ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വ്യക്തികളും വരുന്നത് എല്ലാവർക്കും മോക്ഷത്തിനല്ല. ചിലർ മാത്രമാണ് എനിക്ക് മോക്ഷം വേണം, ശരിയായ വിദ്യ അന്വേഷിച്ചാണ്. അത് അങ്ങനെയല്ല. ആഗ്രഹം നടക്കാൻ എന്തെങ്കിലുമൊക്കെ തേടേ ആക്ടിവേഷൻ ആക്കണം. തേടേ ആക്ടിവേഷൻ ആക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഏതെങ്കിലും ഈ പരസ്യപ്പെടുത്താതെ ആരിലും എത്തില്ല. അപ്പം വെച്ചേക്കുന്ന തേടേ ആക്ടിവേഷൻ എന്ന വാക്കായിരിക്കും ചിലപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായിരിക്കും അവൻ്റെ മോക്ഷത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ വഴി. കാര്യം ശരിയായ സ്ഥലത്തെത്തിയാൽ മോക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആ വരുന്ന വ്യക്തിയോട് നമ്മുടെ സാറേ ഞാൻ വന്നത് എനിക്കിങ്ങനെ ദുഃഖമുണ്ട്, അത് മാറാണ്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത് നിങ്ങളിത് ചെയ്യുക, നിങ്ങളിത് ഫോളോ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ, ദീക്ഷ വാങ്ങണം. ദീക്ഷ വാങ്ങി നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ നിമിഷം തൊട്ട് അവൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയം തൊട്ട് അവന് സന്തോഷം വന്ന് തുടങ്ങും. ഒരുപാട് ഉണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ എൻ്റെ സാർ എൻ്റെ പേര് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വ്യക്തികൾ എന്ന് പേര് പറയാതെ ഇട്ടിട്ടുണ്ട്. അതായത് വിവാഹം ഇപ്പോൾ ഈ അടുത്ത സമയത്തൊരു കക്ഷി എന്ന് പറയുമ്പോഴത്തേന് വിവാഹ ജീവിതം പൊട്ടി ഭാര്യ ഉപേക്ഷിച്ച് പോയിട്ട് ഡിവോഴ്സ് ആവുന്നില്ല. ഡിവോഴ്സ് ആയാൽ അദ്ദേഹത്തിന് വേറെ വിവാഹം കഴിക്കാം. ഡിവോഴ്സ് ആവാതെ ഇദ്ദേഹത്തിൻ്റെ വരുമാനം മൊത്തം കോടതി മുഖാന്തരം വാങ്ങിച്ചുകൊണ്ടിരിക്കുക, ജോലി ചെയ്യുന്ന പൈസ മൊത്തം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം കരഞ്ഞും കൊണ്ടാണ് ആത്മഹത്യന് വഴിയുള്ളത്. കാരണം ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ കാരണം ഞാൻ എന്തിന് കഷ്ടപ്പെടണം, കഷ്ടപ്പെടുന്ന മൊത്തം തന്നെ സ്നേഹിക്കാത്ത ദൂരം നിൽക്കുന്ന മറ്റൊരാളുടെ ജീവിക്കുന്നുണ്ടവർ, അവർക്ക് ഞാൻ എന്തിന് കൊടുക്കണം, അതിന് ഭേദം എൻ്റെ ഏറ്റവും വലിയ വിജയം ചാവുക എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് പ്രതികാരം ചെയ്യാൻ കഴിയുള്ളൂ. ഈ രീതിയിലെത്തിയ വ്യക്തി ഇന്ന് എന്നോട് പറഞ്ഞ ഒരു കാരണവശാലും ഡിവോഴ്സ് ചെയ്യില്ല എന്ന്. ഞാൻ പറയും നിങ്ങൾ യോഗവിദ്യ ചെയ്യുക. യോഗവിദ്യ ചെയ്താൽ നിങ്ങൾ ബ്രഹ്മത്തിലേക്ക് പോകാൻ തയ്യാറായാൽ ബ്രഹ്മത്തിൻ്റെ മക്കളാവുക. ഭൂമിയുടെ മക്കളാവാതെ ബ്രഹ്മത്തിൻ്റെ മക്കളായാൽ നീ വേഗം പോകും. വേഗം പോകുന്ന നിൻ്റെ ആഗ്രഹം നടത്താതെ വിടില്ല. ചെയ്യാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ കേട്ടു, ചെയ്യാൻ തുടങ്ങി. ആ സ്ത്രീ തന്നെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഇന്ന് അദ്ദേഹത്തിന് പുതിയൊരു വിവാഹം വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതാണ് ആഗ്രഹ പൂർത്തീകരണം. ഈ ആഗ്രഹ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതിന് മോക്ഷമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആഗ്രഹിക്കുന്ന ഭൗതികത്തിൽ വ്യക്തികൾക്കാണത്. ഭൗതിക ബോധത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ആഗ്രഹിക്കും തോറും പുനർജന്മം സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ യോഗിയെ സംബന്ധിച്ച് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കാനാണ്, നിങ്ങളുടെ ആഗ്രഹം നിറവേറാനാണ് ശരീരം എടുത്തിരിക്കുന്നത്. ആ ആഗ്രഹം ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. ആ ആഗ്രഹം ബ്രഹ്മത്തിൽ കണക്റ്റഡാണ്. അത് നടക്കാത്തത് ഇടയ്ക്ക് കർമ്മം നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കർമ്മം വിട്ടൊരു വ്യക്തിയെ സംബന്ധിച്ച് ആഗ്രഹത്തിലായിരിക്കും ആ വ്യക്തി ഉണ്ടാവുക. ആഗ്രഹം നടത്തി തന്നെയായിരിക്കും പോവുക. യോഗിയെ സംബന്ധിച്ച് പുതിയ ആഗ്രഹം ജനിക്കത്തതുമില്ല. ആ പഴയ ആഗ്രഹം മാറിക്കഴിഞ്ഞാൽ അവൻ ശാന്തനാവും, ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. തൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് അധികം ഡിറ്റാച്ചിലേക്ക് നിന്നുകൊണ്ട് അറ്റാച്ചിൽ പോകാതെ ഡിറ്റാച്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ആഗ്രഹം പൂർത്തിയാവുക. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വിശദമായിട്ട്. ഈ കുണ്ടലിനി യോഗ ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും അത് മെഡിറ്റേഷൻ പ്രോസസ്സ് വഴിയല്ലേ, അല്ലെങ്കിൽ ബ്രീത്തിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, യോഗാസനങ്ങൾ അല്ലേ, ആ രീതിയിലല്ല ചെയ്യുന്നത്? എല്ലാം അങ്ങനെയല്ല. അതുകൊണ്ടാണ് പലർക്കും ഈ റൂട്ടിൽ എത്താനാക്കാത്തത്. അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്വാസം എന്ന് പറഞ്ഞാൽ നൂലാണ്. അതുകൊണ്ട് ശരം എന്ന് പറയുന്ന വാക്കുകളും കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു തയ്യക്കാരൻ രണ്ട് തുണികളെ തമ്മിൽ തയ്ച്ചു വെച്ചിരിക്കുന്നത് നൂല് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ നൂല് വിട്ട് കഴിഞ്ഞാൽ രണ്ട് തുണിയും രണ്ട് പീസാവും. പിന്നെ അതിന് ഒരു വസ്ത്രം അല്ലെങ്കിൽ രൂപമൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മബോധവും ശരീരവും തമ്മിൽ ശ്വാസത്താൽ ബന്ധിതമാണ്. അതിൽ പ്രാണൻ അടങ്ങിയിട്ടുണ്ട്. ആ പ്രാണന നാഡീ ഞരമ്പുകൾ കൊടുത്തിരിക്കുന്നത്. ആ ശ്വാസവും ആത്മാവും പോയി കഴിഞ്ഞാൽ ഈ വസ്ത്രം പിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ നൂലായിട്ട് കാര്യമില്ല, തുന്നൽക്കാരനാവണം. തുന്നൽക്കാരനായെങ്കിൽ മാത്രമേ നല്ലപോലെ തുന്നിപ്പിടിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. തയ്യക്കാരൻ്റെ കയ്യിലാണ് നൂലിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് പ്രാണായാമം അതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. അതുകൊണ്ടാണ് യോഗ, അഷ്ടാംഗ യോഗ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഈ ഘടയോഗ ചെയ്യുന്നുണ്ട്, യോഗാസനം ചെയ്യുന്നവർ ആരും സമാധിയാവത്തില്ല. ഇവിടെ പ്രാണായാമം ഉണ്ട്. അങ്ങനെയല്ല, ഇതിന് രഹസ്യവിദ്യയുണ്ട്. അതിന് രഹസ്യവിദ്യ പുറമേ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രഹസ്യവിദ്യ ശിഷ്യനും ഗുരുവും മാത്രം പരസ്പരം പറയുന്ന കാര്യമാണ്. അത് രഹസ്യവിദ്യ എന്ന് പറയാൻ മെയിൻ കാരണം ശിഷ്യൻ തനിയെ അറിയുന്നത് കൊണ്ടാണ്. അത് മറ്റാരും അറിയുന്നില്ല. ആ ശിഷ്യൻ്റെ ഉള്ളിൽ അയാൾ മാത്രം അറിയുന്നത്. എന്നാൽ എല്ലാവരും ഒരുപോലെ തന്നെ അറിയാം, വ്യത്യസ്തമായിട്ടല്ല. എല്ലാവർക്കും ഒന്ന് തന്നെയാണ് രഹസ്യം കിട്ടുന്നത്. അയാൾക്ക് വേറെ ഇയാൾക്ക് വേറെ അല്ല, എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ആ രഹസ്യം സ്വയം അറിയണം. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ഒന്നല്ല, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി അറിയുന്ന ഒന്നാണ്. അതാണ് ശുദ്ധമായ ബോധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലോട്ട് പോകുന്ന വ്യക്തിക്ക് മാത്രമേ
മോക്ഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വിദ്യ പകർന്നു കൊടുക്കുന്നത് ദീക്ഷ വഴിയാണോ? ദീക്ഷയിലൂടെ മാത്രമേ രഹസ്യം ലഭിക്കൂ. ശ്രീകൃഷ്ണൻ അർജുനന് ദീക്ഷ കൊടുത്തപ്പോഴാണ് ആ രഹസ്യം മനസ്സിലായത്. അത് എല്ലാ ഗുരുക്കന്മാർക്കും എന്ന് ഞാൻ എടുത്ത് കളിയാക്കി പറയല്ല, ശരിയായ ഗുരു, അത് ആരാ എന്തോന്നും ഞാൻ പറയില്ല, ശരിയായ ഗുരുവിൻ്റെ കീഴിൽ ആരാണോ വരുന്നത് ആ നിമിഷം തൊട്ട് ആ രഹസ്യം അവൻ മനസ്സിലാക്കും. എന്നാൽ ഇതിനു മുമ്പ് അവൻ അറിയാത്തതും എന്നാൽ അവരിൽ സദാ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. കാരണം നാം ഒന്നല്ല രണ്ടാണ്, ഒന്ന് എനർജി മണ്ഡലവും ശരീരമണ്ഡലവും. അപ്പോൾ ശരീരമണ്ഡലത്തിലിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല. എന്നാൽ ഗുരുവിന് ഒരു വ്യക്തിയുടെ ബോധത്തിനെ എനർജി മണ്ഡലത്തിലേക്ക് ഉയർത്തുവാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെയാണ് അവൻ തിരിച്ചറിയുന്നത്. ആ നിമിഷം തൊട്ട് അവൻ അതിൽ ധ്യാനിക്കുകയാണ്. അല്ലാതെ ധ്യാനിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല രഹസ്യം ലഭിക്കുന്നത്. അത് തെറ്റാണ്. അങ്ങനെയല്ല, ദീക്ഷ ലഭിക്കുന്ന സമയം തന്നെയാണ് രഹസ്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനൻ പറയും, ഈ നിമിഷം മുതൽ എന്നാണ്. അല്ല, നിനക്ക് ഉപദേശം തന്ന് 10 വർഷം കഴിഞ്ഞിട്ടല്ല, ഈ നിമിഷം മുതൽ നീ അറിയുന്നു എന്നാണ്. അങ്ങനെയുള്ള വ്യക്തി മാത്രമേ മോക്ഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ദീക്ഷ ലഭിച്ചു കഴിയുമ്പോൾ വരുന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ധ്യാനാവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുന്നതാണോ? അല്ല, ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ രഹസ്യത്തെ അറിയുകയാണ്. ആ രഹസ്യത്തിൽ ലയിക്കുകയാണ്. ലയനമാണ് യോഗം. ആ രഹസ്യത്തിൽ ലയിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനൊരു ധ്യാനം എന്ന് പറയും. ആ മെഴുകുതിരിയുടെ ദീപത്തിലേക്ക് നമ്മുടെ ബോധത്തെ ലയിപ്പിക്കുകയാണ്, അല്ലേ? എന്നാൽ അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട ഒന്നല്ലേ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടറിഞ്ഞ ഏതെങ്കിലും ഒരു വസ്തുവിലാണോ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ബ്രഹ്മത്തിലേക്ക് പോവില്ല. കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാവ് ഇതെല്ലാം ഇന്ദ്രിയങ്ങളാണ്. മൂക്ക് കൊണ്ട് ശ്വസിക്കുന്നതാണ് ശ്വാസം. ശ്വാസത്തിലല്ല ഇരിക്കേണ്ടത്. ശ്വാസത്തിന് ഉൾവശമാണ് പ്രാണൻ. പ്രാണന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ തത്വത്തിലിരിക്കണം. അത് കണ്ണുകൊണ്ട് കാണാനോ പറ്റുന്ന ഒന്നല്ല, നമ്മുടെ ബോധം കൊണ്ട് തിരിച്ചറിയുന്നതാണ്. അതിലിരുന്ന് ലയിക്കുന്നവനാണ് ബ്രഹ്മം. അതായത് അഗ്നിയിലേക്ക് ലയിക്കുക എന്ന് പറയും. അതാണ് എൻ്റെ സത്യം. അപ്പം ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ദീക്ഷ ലഭിച്ച് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബോധത്തിലിരുന്നു കൊണ്ട് ലയിച്ച് കഴിയുമ്പോൾ പിന്നെ രൂപത്തിലും ഭാവത്തിലും എല്ലാം മാറ്റം വരികയാണ് അല്ലേ വ്യക്തിക്ക്? അങ്ങനെയല്ല, രൂപത്തിനും ഭാവത്തിനും സ്വഭാവത്തിനും മാറ്റം വരും. പക്ഷേ അവൻ ശരീരത്തിൽ നിന്നായിരിക്കും പ്രവർത്തിക്കുക. ഒരിക്കലും ഒരു യോഗം ചെയ്യുന്ന വ്യക്തി ശരീരം വിട്ടല്ല പോകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു സാധാരണ വ്യക്തിക്ക് 2 ഇരിപ്പിടേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണുകൾക്ക് വെളിയിലുള്ള സ്ഥാനം. 2, കണ്ടറിഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ്. ഇതല്ല ബ്രഹ്മം. പലരും അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുക. കണ്ണടച്ചും കൊണ്ട് ഉള്ളിലോട്ട് പോയിട്ട് ഞാൻ ശാന്തനായിരിക്കുന്നു, അതൊന്നുമല്ല ബ്രഹ്മം. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നിങ്ങൾക്ക് പുതിയ അറിവുണ്ടാവണം. ആ പുതിയൊരു ഇരിപ്പിടം എന്ന് പറയും, അതാണ് ബ്രഹ്മം. അവിടെ ഇരുന്നുകൊണ്ട് വേണം ഈ കളി മൊത്തം കളിക്കാൻ. അതിന് ഡിറ്റാച്ച് എന്ന് പറയും. അത് ഭൗതികം, സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൂടാതെ ബ്രഹ്മതത്വം. ആ ബ്രഹ്മത്തിലിരുന്നു കൊണ്ട് ഈ ശരീരത്തിനെ നിയന്ത്രിക്കും. ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു മെഡിക്കൽ സ്റ്റോർ പോലെ, മരുന്നെടുക്കുന്ന സ്ഥലം പോലെ, അല്ലെങ്കിൽ ഓർത്തെടുക്കാനുള്ള ഒരു സ്ഥലമായി മാത്രമായി മാറും യോഗിക്ക്. യോഗിയുടെ ജ്ഞാനം ഉണ്ടാകുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. അയാളുടെ ചിന്തകൾ അവിടെയാണ്, അവിടെ ലയിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. കണ്ടറിഞ്ഞ കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ. ഈ സബ് കോൺഷ്യസ് മൈൻഡോട് ഇദ്ദേഹം പല കാര്യം കണ്ടത് ഓർക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് ആ 3 ഡയമെൻഷൻ. അപ്പോൾ അവിടെ നിന്ന് കളിക്കുമ്പോൾ ഒരു നൂലെ കെട്ടി എങ്ങനെയാണ് ഒരു പാവ ആടുന്നത് അതുപോലെ ഇരിക്കും. ഇപ്പോൾ കുറേ പേര് ഡാൻസ് ചെയ്യുകയാണെന്ന് കരുതിക്കോ. അതിന് ഒരാൾ മാത്രം മുകളിൽ നിന്നുള്ള നൂലിൽ പിടിച്ചായിരിക്കണേ. അവരെ കൂടെ നമുക്ക് ആടാം, ഭൗതികത്തിൽ ഇടപെടാം. പക്ഷേ നൂലിൽ നിന്നുകൊണ്ടാണ് ഈ ആട്ടം മൊത്തം ആടുന്നത്. ബാക്കിയുള്ളവർ കുഴഞ്ഞ് വീഴുമ്പോൾ ഇദ്ദേഹം നൂലിൽ പിടിച്ചങ്ങ് പോകും. ഇവിടെ നശിക്കും, അവിടെ നാശമില്ല. ഇതാണ് എൻ്റെ വ്യത്യാസം. താഴെ നിൽക്കുന്നവർക്ക് നൂലില്ല. ഈ നൂലാണ് ബ്രഹ്മം. ഈ സാറ് പറഞ്ഞ കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞാൽ അത് ചക്രാസിൽ നിന്ന് അല്ലേ മുകളിലേക്ക് വന്ന് സഹസ്രാരം വഴി ബ്രഹ്മമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ബാലൻസ് ആകുകയും ചെയ്യും അല്ലേ? ചക്രാസ് എല്ലാം ബാലൻസ്ഡ് ആവുന്നു. നമുക്ക് ആ ഒരു കണക്ഷൻ, നമ്മുടെ ആത്മാവുമായിട്ടുള്ള കണക്ഷൻ, ആത്മാവിനെ സ്വന്തം ആത്മാവിനെ തിരിച്ചറിയാനുള്ളൊരു ശക്തിയായിട്ട് മാറുകയാണ് അല്ലേ? ആ ആത്മാവിൻ്റെ ജൈത്രയാത്ര അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു തലം, വേറെ തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഭൂമി തത്വത്തിൽ തൊട്ട് നിൽക്കുന്നു. അപ്പം നമ്മുടെ പാദങ്ങൾ ഭൂമിയിൽ തൊടുമ്പോൾ അതുവഴി നമ്മുടെ നെഗറ്റീവ് എനർജീസ് എല്ലാം ഭൂമിയിലേക്ക് വലിച്ച് അല്ലെങ്കിൽ പോവുകയും അല്ലെങ്കിൽ എടുക്കുകയും ക്ലെൻസ് ഒക്കെ ചെയ്യുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ നടക്കുന്നുണ്ട്? അങ്ങനെയല്ല. അതിൻ്റെ വിശദമായിട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറുതായിട്ട് പറയാം. കാര്യം പുസ്തകം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മൊത്തം ഞാൻ പറയാത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി
ജനിക്കുമ്പോൾ അത് കഴിഞ്ഞ ജന്മത്തിൽ നാം ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവൻ്റെ അറിവെന്ന് പറഞ്ഞാൽ ഭൗതികത്തിൽ ഇരുന്നുള്ള അറിവ് മാത്രമാണ്. ആ അറിവ് കൊണ്ട് ഇവൻ ഇങ്ങോട്ട് വന്ന് മാതാപിതാക്കളാണ് ഇവനെ വീണ്ടും വെളിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ദൈവം അച്ഛനും അമ്മയാണെന്ന് പറയുന്നത്. അച്ഛനും അമ്മയാണ് അവന് അറിവ് പകർന്നു കൊടുക്കുന്നത്, മോനെ അത് കണ്ടോ ഇത് കണ്ടോ എന്നുള്ളത്. അപ്പോൾ അവനെ വീണ്ടും ഭൗതികത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൗതികത്തിലേക്ക്, ഭൗതികമാകുന്ന വസ്തുക്കളിൽ നമ്മുടെ ബോധം കുടുങ്ങുമ്പോൾ അത് ഭൂമി ബന്ധമാണ്. അപ്പോൾ ഭൂമി ബന്ധം എപ്പോഴും മൂലാധാരമായിട്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ ബോധം കീഴ്ഗതി എന്ന് പറയും. അപ്പോൾ അതിനെയാണ് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് ആ ആത്മാവ് ഈ പറഞ്ഞ മൂലാധാരം ഭൂമി ബന്ധം ഇന്ദ്രിയങ്ങളിലൂടെ കണക്ട് ചെയ്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശക്തി താഴ്ന്ന് ഭൂതത്വത്തിൽ ഇരിക്കും. ആ ശക്തി ഈ ഭൂമി ബന്ധമല്ലാത്ത ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ രഹസ്യങ്ങൾ കിട്ടുമ്പോൾ അതിലേക്ക് ലയിക്കുമ്പോഴാണ് ആ ഭൂമി ബന്ധം വിടുന്നത്. അതങ്ങനെ മുകളിലോട്ട് ഈ പ്രാണശക്തി മുഴുവൻ ഇപ്പോൾ യോഗം ചെയ്യുന്നത് കൊണ്ടാണ് ചക്രാസിലൂടെ പോകുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ചക്രാസ് ആക്റ്റീവ് ആണെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ചക്രാസിനെ ബേസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോധം അവിടെ ഉണ്ട്, ഓക്കെ. പക്ഷേ അടുത്ത നിമിഷം അത് മാറ്റം സംഭവിക്കും. അവൻ്റെ കർമ്മത്തിൽ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ട് വീണ്ടും വ്യാപരിക്കും. ഏകാഗ്രമായിട്ട് ഏതെങ്കിലും മർമ്മത്തിലിരുന്ന് അത് ആക്റ്റീവ് ആവും ആ ഒരു നിമിഷത്തേക്ക് മാത്രം. ഇപ്പോൾ ഉദാഹരണം ശരനൂട് ശാസ്ത്രം പഠിച്ചാൽ ശരനൂട് ശാസ്ത്രം ആ ചെയ്യുന്ന സമയത്ത് മാറ്റം സംഭവിക്കും, വീണ്ടും ആൾ പഴയ അവസ്ഥയിലേക്ക് പോകും. ഒരു യോഗയെ സംബന്ധിച്ച് രണ്ട് മൂക്കിലൂടെ എപ്പോഴും ശ്വാസം വന്നുകൊണ്ടിരിക്കും. ഇതിലൂടെയല്ല. ഏത് ഉറക്കത്തിനും വിളിച്ചു കൊടുത്താലും രണ്ട് മൂക്കിലൂടെയും തുല്യമായിട്ടാണ് വരണേ. സാധാരണ മനുഷ്യരങ്ങനെയല്ല, ഓരോ മണിക്കൂറും മാറി 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 എൻ്റെ കർമാസ്, ഇടനാടി വലനാടി, അമ്മയുടെയും അച്ഛൻ്റെയും കർമ്മങ്ങൾ അപ്പുറം. അപ്പോൾ അമ്മയുടെ കർമ്മം അച്ഛൻ്റെ കർമ്മവും മാറി മാറി ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ്റെ കർമ്മം ഉൾപ്പെടെ സംഭവിച്ചുകൊണ്ടിരിക്കും. യോഗയെ സംബന്ധിച്ച് ഡിറ്റാച്ച് ആയതുകൊണ്ട് അവൻ രണ്ടും ആക്റ്റീവ് ആയിരിക്കും. അത് സുഷ്മ നാഡി വഴിയാണ് പോണേ. അപ്പോൾ രണ്ട് നാഡി ആക്റ്റീവ് ആവുകയും രണ്ട് നാസാധാരത്തിന് തുല്യമായ ശ്വാസം വരികയും ചില സമയത്ത് ശ്വാസമില്ലാതിരിക്കുകയും ചെയ്യും. ഏകാഗ്രമായിട്ട് ഒരു ബ്രഹ്മത്തിൽ ലയിച്ച് ഏതെങ്കിലും കാര്യം ഗ്രഹിക്കുകയാണെങ്കിൽ ശ്വാസഗതിയും കുറഞ്ഞിരിക്കും. ഇതൊക്കെ അനുഭവത്തിലൂടെ പറയാൻ പറ്റുള്ളൂ, അധികം ഉണ്ടാവില്ല. താൽക്കാലിക സമാധിയിലോട്ട് വരെ ശ്വാസം ഉണ്ടാവില്ല, അത് ആൾ തന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അപ്പം കുണ്ടലശക്തി ഉയരുക എന്ന് പറയുന്നത് ചക്രാസിലൂടെ ഉയർത്തിയെടുക്കുകയല്ല. ഒരു യോഗി അവൻ ഈ പറഞ്ഞ ബ്രഹ്മരഹസ്യത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് അവൻ തനിയെ ഉയരുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്ലാസ്സിൽ ഈ ദീക്ഷ എടുക്കുന്ന സമയത്ത് ഈ മൂലാധാരം ചൂടായി ഹീറ്റായിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൽ ദൂരെ ഇരുന്നുകൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. കാര്യം ബോധത്തിൽ ഇടപെടാൻ കഴിയുന്നതുകൊണ്ട് ദൂരെ ഇരുന്നാൽ മാത്രം മതി. അപ്പം തന്നെ അവർ തണുക്കുന്നതാണ്. ഭയങ്കര ഹീറ്റായിട്ട് ഓടിയ ആൾക്കാരുണ്ട്, ചൂട് തപ്പിപ്പിടിച്ച് പൊള്ളുന്നതെന്ന് പറഞ്ഞ് ഓടിയ വ്യക്തികളുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ കുറച്ചു കൊടുക്കും. അത് ഭൂതത്വത്തിൽ കൂടുതൽ ആണ്ടുപോയ വ്യക്തികളാണ് അവർ. ഭൂതത്തിന് ആണ്ടുപോകുന്ന പറഞ്ഞാൽ ഏതെങ്കിലും ഈ ഒക്കെ കൺസ്ട്രക്ഷൻ വർക്ക് അവർക്കൊക്കെയാണ് കൂടുതലുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് ഈ ഭൂമി തത്വത്തിലിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഹീറ്റാവുക. അപ്പം ബോധത്തെ പിടിച്ചുയർത്തുമ്പോൾ അവർ ശരിക്കും അവരെ ഈ ഓറ ഉൾപ്പെടെ അത് കറങ്ങുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ട് കറങ്ങാൻ പോകും. ശ്വാസഗതിയിൽ ഇവർക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ ഹീറ്റായി തുടങ്ങും. പിന്നെ യോഗം ചെയ്യുമ്പോഴാണ് അത് മേലോട്ട് കൂളായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ സാറ് ഇപ്പം കുറേ കാര്യങ്ങൾ കുണ്ടലിനി ശക്തിയെപ്പറ്റി യോഗയെപ്പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പം തേർഡ് ഐ പ്രാക്ടീഷണറും കൂടെ ആയതുകൊണ്ട്, അപ്പോൾ തേർഡ് ഐ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം മൂന്നാം ഇന്ദ്രിയം അല്ലെങ്കിൽ പുരികങ്ങൾക്ക് നടുവേ ഉള്ള അല്ലെ പീനിയൽ ഗ്ലാൻഡിൻ്റെ ആക്ടിവേഷൻ മൂലം സംഭവിക്കുന്ന ഒരു എനർജി സെൻറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ആ എനർജി സെൻറ്റർ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നു, ഇൻസൈറ്റ്സ് ഉണ്ടാവുന്നു, അങ്ങനെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തുറക്കുന്നു. മറ്റുള്ളവരുടെ മോട്ടീവ്സ്, മറ്റുള്ളവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ സാധിക്കുന്നു, സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നു. പുറമേ കാണുന്ന വ്യക്തിയല്ലല്ലോ പലപ്പോഴും ഉള്ളിൽ. നമുക്കൊരു ചക്ക ചൂഴ്ന്ന് നോക്കുന്ന പോലെ നോക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് തേർഡ് ഐയിലേക്ക് പലരെ ആകർഷിക്കുന്നത്. അപ്പം ശരിക്കും സാറിൻ്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ സാറ് മനസ്സിലാക്കിയിടത്തോളം ഈ തേർഡ് ഐ എന്ന് പറയുന്ന സംഭവം അത് എത്രത്തോളം ആണ് എഫക്റ്റീവാണ്, അല്ലെങ്കിൽ അത് ഉണർത്താൻ സാധിക്കുമോ, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണോ, ഇത് എത്രത്തോളം സത്യമുണ്ട് ഇതിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് ഫേക്കായ ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയി ചാടിയിട്ടുണ്ട്. അത് എല്ലാ ഗുരുവായിട്ടുള്ള ആൾക്കാർക്കും പറ്റിയ അബദ്ധങ്ങളാണ്. ഈ തേടയാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ ബ്രഹ്മമാണ് ഏറ്റവും വലുത് മനസ്സിലാകുന്ന സമയം തൊട്ടാണ് കേട്ടോ. അതുവരെ പൂജാരി തന്ത്രിയുമായിരുന്നു. ഇതല്ല സത്യം, ഇത് ആധ്യാത്മികതയാണ്, ആത്മീയത അല്ല എന്ന് ഗുരുക്കന്മാരെ അന്വേഷിച്ച് പോകും. പല സ്ഥലങ്ങളിൽ പോയി ചാടിയുണ്ട്. അവിടെ നമുക്ക് തിരിച്ചത് ഫേക്കാണ് ശരി നമ്മൾ അവരെ വിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ശരീരഭാഗത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതല്ല തേടയും, അല്ലെങ്കിൽ തിരുനെറ്റിയുടെ ഭാഗത്ത് നോക്കിയിരിക്കലല്ല തേടയും. നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും കാണുന്നത്, പക്ഷെ അവിടെ അല്ല അദ്ദേഹം ഉള്ളത്.
അദ്ദേഹം ബ്രഹ്മത്തിലാണ് ഉള്ളത്. പക്ഷേ മേൽഗതി ആയതുകൊണ്ടാണ് കൃഷ്ണമണി മേലോട്ട് പോകുന്നത്, അല്ലാതെ ഇവിടെ നോക്കിയിരിക്കുന്നത് കൊണ്ടല്ല. അത് ആത്മാവിൻ്റെ കേന്ദ്രമായ അതായത് കൊണ്ടാണ് മൂന്നാം കണ്ണ്, അതായത് നമ്മുടെ ബോധം തിരിച്ചറിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, മൂക്ക്, ചെവി, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം ഈ ചുറ്റുമായിരിക്കണേ. അപ്പം നമ്മുടെ ബോധം കുടികൊള്ളുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിനെയാണ് ആ ബോധം കുടികൊള്ളുന്ന ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മാവ് ഈ കാര്യങ്ങളെ ഗ്രഹിച്ച് തലച്ചോറിൻ്റെ സഹായത്തോടെ വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കിയിരുന്നവരെ ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ടാണ്? ഓൾറെഡി നമ്മൾ അവിടെയാണ്. അതാദ്യം മനസ്സിലാക്കണം. ഓൾറെഡി നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ണടച്ചു എന്ന് കരുതി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലോട്ടാണ് പോകുന്നത്. നമുക്കറിയാം, ഒരു കാര്യം കണ്ടാൽ അത് സ്വപ്നം കാണുന്നത് കണ്ണടയ്ക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുന്നുണ്ടാകും രാത്രിയിൽ. അതുപോലെ തന്നെയാണ് ഇന്ദ്രിയങ്ങൾ അടച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇരിക്കുന്ന ആൾ ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. പറ്റും. ഭൗതികത്തിലെ കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. ഒരു വ്യക്തിയെ കണ്ടിട്ട് നീ വരുന്ന വഴിക്ക് അപകടം സംഭവിക്കേണ്ട അല്ലേടാ എന്ന് ചോദിക്കാൻ പറ്റും. ഭൗതികമാണ്. അങ്ങനെയല്ല, നമുക്ക് ജ്ഞാനം ഉദിക്കണമെങ്കിൽ ഭൗതികം വിടണം. അതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബോധം ബ്രഹ്മത്തിൽ ലയിക്കുമ്പോഴാണ് എനർജിയിലേക്ക് ലയിക്കുക. നമ്മൾ ഏതെങ്കിലും ഇന്ദ്രിയത്തിലും സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ത്വക്ക്, മൂക്ക്, കണ്ണ്, ചെവി ഇതെല്ലാം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ത്വക്കാണ്. ഈ ത്വക്കിൻ്റെ ഈ മർമ്മസ്ഥാനത്ത് ഇരുന്ന് കരുതി നമ്മൾ അപ്പോഴും ശരീരബോധത്തിലാണ്. ഇവിടുന്ന് മുകളിലോട്ടാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ. ആ ബ്രഹ്മം ശരീരം വിട്ടാണ്. അതിന് ചില പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ബ്രഹ്മത്തിൽ നിന്ന് വിട്ടിരിക്കേണ്ട സ്ഥാനമുണ്ട്. അതൊക്കെ ഗുരുക്കന്മാർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ സാധാരണ വ്യക്തികൾക്ക് അത് അറിയില്ല. ശിരസ്സിന് വെളിയിലാണ് യോഗം ചെയ്യുന്നത്, ശിരസ്സിന് ഉള്ളിലല്ല, പുറത്ത്. അതുകൊണ്ടാണ് ബ്രഹ്മം പറയുന്നത്. ബ്രഹ്മം എന്താ പറയുന്നത്? എനിക്ക് ക്ഷേത്രമില്ല. ക്ഷേത്രം ശരീരമാണ്, എനിക്ക് ക്ഷേത്രമില്ല. അപ്പം ബ്രഹ്മം എന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരത്തിന് പുറത്താണ്. ആ പുറത്ത് പോയിന്റ്സ് അത് കാണാൻ പറ്റും. പോയിന്റ്സുകൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ ചക്രാസും മർമാസും അതിൻ്റെ പോയിന്റ്സ് എല്ലാം ശരീരത്തിന് പുറത്തും മർമാസുണ്ട്, എനർജി ബോഡിയായിട്ട് ബന്ധപ്പെട്ട്. അവിടെയൊക്കെ പല പോയിന്റ്സ് അത് കാണാൻ പറ്റും. അതൊക്കെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഗുരുവിൻ്റെ ജോലി. അതിൻ്റെ അകലമുണ്ട്, ഇത്ര അകലത്തിലാണ് ഇരിക്കുന്നത്, എല്ലാം കാണാൻ പറ്റും. ദീക്ഷ കൊടുക്കുന്നത് അവിടെയാണ് കേട്ടോ, ശരീരത്തിലല്ല ദീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനങ്ങൾ ഇരുന്നിട്ടാണ് ഇയാൾ ശരീരബോധം കുറഞ്ഞുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലയിക്കുന്ന വ്യക്തിക്കാണ് ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി മുന്നിൽ വന്ന ആ വ്യക്തിയുടെ മാനസികാവസ്ഥ, കഴിഞ്ഞ ജന്മത്തിൽ ഉള്ള ദുരിതം, ഈ ജന്മത്തിൽ നടക്കുന്ന എന്താണ്, ഈ സമയത്ത് അയാൾ ഒരു കാര്യം ഉദ്ദേശിച്ച് നമ്മുടെ അടുത്ത് പറയാൻ, വേറെ കാര്യമായിരിക്കും പറയണം, ഉള്ളിൽ മാറ്റുന്നത്, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് എത്ര ദൂരെ ഇരുന്നാലും പറ്റും, അടുത്ത് വന്നാലും പറ്റും. അതുകൊണ്ട് ഒരു യോഗിയെ അങ്ങനെ കീഴ്പ്പെടുത്താനൊന്നും പറ്റില്ല. പറയുന്ന കാര്യങ്ങൾ മറ്റേ ഈ പറഞ്ഞ കുശലം എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ വളരെ ഇതോട് പറയും, പക്ഷെ ഉള്ളു നമുക്ക് മനസ്സിലാവും. അത് ബ്രഹ്മത്തിൽ ലയിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെയും ബ്രഹ്മമാണ്, ഇവിടെയും ബ്രഹ്മമാണ്. അപ്പോൾ ശരീരബോധം വിട്ട് ഞാൻ ബ്രഹ്മത്തിലേക്ക്, ഞാനെന്ന സത്യം ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ മറ്റുള്ള എല്ലാ വ്യക്തിയും ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ദുര്യോധനൻ നാം തന്നെയാണ്, ഈ കൃഷ്ണനും നാം തന്നെയാണ്, അർജുനും നാം തന്നെയാണ്. അവിടെ നാം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നില്ല, നമ്മൾ തന്നെയാണ് എന്നാണ്. അപ്പോൾ ബ്രഹ്മത്തിലോട്ട് ലയിച്ച് കഴിയുമ്പോൾ ഓരോ വ്യക്തികളുടെയും ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ, ഇത് മെൻ്റലിസം അല്ല. മെൻ്റലിസം എന്ന് പറഞ്ഞാൽ ആളുടെ പേര് പറയൂ, ഒരു സംഖ്യ പറയൂ, അത് ശരീരചലനം ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കണം. അത് മെൻ്റലിസം അല്ല. അത് ശരിക്കും പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റ് ഉപയോഗിക്കുന്ന തന്ത്രമാണ്, അതല്ല. ഇതെന്ന് പറഞ്ഞാൽ മനസ്സിനുള്ളിലെ അവൻ്റെ പ്രവർത്തനം, ഏത് സ്വഭാവക്കാരനാണ്, ഇവന് ഈ നിമിഷം എന്ത് ചെയ്യും, ഈ ഒരാളെ ഒരു കാര്യം പറയാൻ തിരിച്ച് എങ്ങനെ പ്രതികരിക്കും, കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ദുഃഖം അനുഭവിച്ചു, ഭാവി അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ വരെ നമുക്ക് പറയാൻ പറ്റും. അതാണ് തേടൽ. കൂടാതെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഞാൻ സുനാമി പ്രവചിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്രളയങ്ങൾ, പല കാര്യങ്ങൾ അതൊക്കെ നടന്നിട്ടുള്ള, ഞാനത് ഫേസ്ബുക്കിനകത്ത് കുറിച്ചിട്ടുള്ളൂ, അധികം പബ്ലിക് ചെയ്തിട്ടില്ല, ശിഷ്യന്മാർക്കൊക്കെ അറിയാവുന്ന കാര്യം. അപ്പോൾ അതുപോലെ നോക്കുമർമ്മം, ഈ നോക്കുമർമ്മമൊക്കെ ഒരിക്കലും വീഡിയോസ് ചെയ്യേണ്ടതെന്നില്ല, ഡയറക്റ്റ് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഈ സിദ്ധികളുടെ ഭാവമാണ്, സിദ്ധികളുടെ ഭാഗത്തിൽപ്പെടുന്ന ആയതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ചെയ്താൽ സംഭവിക്കുന്ന ഒന്നല്ല. അതായത് ആ നിമിഷം സംഭവിക്കണം. സിദ്ധി എപ്പോഴും യോഗിയെ രക്ഷിക്കാനുള്ളതാണ്. അത് നമ്മളോട് ശത്രുഭാവത്തിൽ വരുന്ന വ്യക്തി മുന്നിൽ നിൽക്കുമ്പോൾ അവരിൽ സംഭവിക്കുന്ന കാര്യമാണ്. മനഃപൂർവ്വം ഞാൻ ഇപ്പം ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ഒന്നല്ല, അത് സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ച ആൾക്കാർ നമ്മുടെ കൂടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്, അവിടെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. 1-2 പേരുടെ ഈ സംഭവ സമയത്ത് ഈ കോർഡിനേറ്റർ വീഡിയോ എടുത്തിട്ടുണ്ട്, ആ വീഡിയോയും കൈവശം. ഇത് വീഡിയോ പിടിക്കേണ്ട ഒന്നല്ല, ഇതെല്ലാം സിദ്ധികളുടെ അപ്രത്യക്ഷമാകുന്ന എല്ലാം നടന്നിട്ടുണ്ട്. ശിഷ്യന്മാർക്കും അപ്രത്യക്ഷമാകുന്ന സംഭവം നടന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ ഇൻഡ്യൂഷൻ, തേടൽ, ഇതെല്ലാം സിദ്ധിയുടെ ഭാവമാണ്. അത് ശരീരബോധത്തിലിരിക്കുന്ന വ്യക്തിക്കല്ല സംഭവിക്കുക, ശരീരബോധം വിടുന്ന വ്യക്തിക്കാണ്.